ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മുതിരയില്ലേ, നമ്മളെ മുതിരപ്പരിപ്പ് പറയുന്നത് അതാണ് കേട്ടോ. അത് ഇന്നലെ കൊണ്ടുവന്നെ. അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നെ. വറുത്ത് വെച്ചതിന് ശേഷമല്ലേ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ ഇന്നലത്തെ മീൻ കറിയെ അതും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി എല്ലാം ആക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, എല്ലാവരും കമൻറ്റും ചെയ്യണം, ലൈക്കും ചെയ്യണേ. പിന്നെ ഷോർട്ട് വീഡിയോ കുറേ ആൾ കാണുന്നുണ്ട്, പക്ഷേ ഇതും കൂടി ചെയ്യണം കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാന്നേ. അപ്പോൾ ഇതാ അതിന് ശേഷം ചായയെല്ലാം കുടിച്ചതിന് ശേഷമില്ലേ അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടേ, ഞാനിപ്പോൾ ചോറ് ഇതിൽ തന്നെയാണ് വെക്കുമെന്ന് നമ്മുടെ അടുപ്പിൽ. അപ്പോൾ കുറേ ഇങ്ങനെ റബ്ബറിൻ്റെ വിറകുണ്ട്, അപ്പോൾ അത് വിറകെല്ലാം കത്തിച്ചിട്ട് അരിക്ക് വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെക്കലാന്നേ. അപ്പോൾ ഇതാ തിളച്ചതിന് ശേഷം അരി ഇട്ടാൽ പോരെ, കുറുവ അരിയാന്നേ. അപ്പോൾ വെള്ളമെല്ലാം വെച്ചിട്ട് നല്ല പുകയുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കത്തിച്ചിട്ടാന്നേ ഇതിങ്ങനെ തീ പിടിപ്പിക്കുക, അതങ്ങനെ ഒരു ശീലമായി കേട്ടോ, പണ്ടേ അമ്മമാരെല്ലാം ചെയ്യുന്ന കണ്ടിട്ട്. അപ്പോൾ ഇതാ മീൻ മുറിക്കാൻ നോക്കലാന്ന് അടുത്ത പരിപാടി. വെള്ളം തിളക്കുമ്പോഴൊക്കെ നമുക്ക് ഈ അയിലേനെ മുറിച്ചെടുക്കാം. ഇത് അയിലയുണ്ട്, 2 അയില മാത്രമാണ്. ഇതാ കുറച്ച് കുഞ്ഞുമത്തി, അത് അച്ഛന് വേണ്ടിയിട്ട് പൊരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛന് അയില പറ്റൂലെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇത് അയില കറിയാക്കാനും മുളകിട്ട് വെക്കാൻ മുളകും പുളിയും പിന്നെ കുഞ്ഞുമത്തി വറുക്കാനും. ഇത് കണ്ട അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം അതിന് കണക്കായിട്ട് ഇട്ടിട്ട് ഈ കറി വെക്കുന്നതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അധികം ചേർത്ത് കൊടുത്തു. പിന്നെ അതെല്ലാം ഒന്ന് അരവ് പിടിക്കട്ടെ, അതിന് നല്ലപോലെ പുരട്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ മുതിരയില്ലേ അത് ഞാൻ വറുത്തിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ വറുത്തിട്ട് ബാക്കി ജോലിയെല്ലാം ചെയ്യുന്ന സമയം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അതിനെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തിളച്ച് മറിയാതിരിക്കാൻ, അപ്പോൾ അതുകൊണ്ട് ഒഴിച്ച് തിളച്ച് മറിയില്ല കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് നമുക്ക് ഗ്യാസിൽ വെക്കാം. പിന്നെ നമ്മളെ മീൻ കറിയിലേക്ക് തക്കാളി, ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ചിട്ട് വെച്ചാൽ കുടംപുളി കൂടി ഇട്ടിട്ട് അതും മറ്റേ ഇതിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കണ്ട ഞാൻ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് ചോറ് വെന്തോ നോക്കിയിരുന്നേ, ഇല്ല വെന്തിട്ട, കുറേ കൂടി വേവാനുണ്ട്. നല്ല വേവില്ല അരിയാണ് കേട്ടോ, നല്ല രസമല്ലേ ഇങ്ങനെ കത്തി തിളക്കുന്നതാണ്. നമുക്ക് ഗ്യാസിൽ വെച്ചാൽ ഇങ്ങനെ ഒരു ടേസ്റ്റും കിട്ടില്ല, കാണാനില്ല ഒരു സുഖവും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ചോറ് എന്തായാലും നമുക്ക് എല്ലാവർക്കും അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഇഷ്ടം, അതുകൊണ്ട് ചോറപ്പം അടുപ്പ് എത്തിച്ചിട്ട് ആക്കോട്ടെ. രാവിലെ മൺകലത്തിലാവുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എൻ്റെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കറിവേപ്പില, ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിന്, അതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഉപ്പെല്ലാം ഒന്ന് നോക്കണം. എന്നിട്ട് ഇത് നല്ല അടിപൊളി മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ കറിക്കല്ലേ ഈ മുതിരയുടെ വെള്ളം വേറെ എടുത്തിട്ട് ഒരു രസം പോലെ ആക്കിയാലില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു പൊടിക്കൊക്കെ എല്ലാം കുറവുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അടിച്ച് വെച്ചിട്ട് നമുക്ക് ചട്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും എൻ്റെ മുതിര വെന്തിട്ട് എന്നാ നോക്കട്ടെ, വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ട കേട്ടോ. അതാണ് നമ്മൾ രസാക്കൽ. രസം എന്ന് പറഞ്ഞൊന്നുമില്ല, അതിൽ ഉപ്പ് ഇട്ടിട്ട് കടുവും ചുവന്നമുളകും കറിവേപ്പിലയും വറുത്തിട്ടതിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ചോറിനാൻ വേണ്ടിയിട്ടില്ലേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഇനി വറുത്തിട്ടെ കടുവും കറിവേപ്പിലയും ചുവന്നമുളകും കൂടി വറുത്തിട്ടാൽ മതി. എന്നിട്ട് ആ മുതിരയുടെ ആ ഒരു ഇതില്ലേ മുതിരപ്പരിപ്പിനെ നമുക്ക് വേറൊരു കാര്യം കൂടിയാക്കാനുണ്ട്, അത് നമുക്ക് കാണാം കേട്ടോ. കറിവേപ്പില ഇട്ടു, അത് ചുവന്നമുളകും കൂടി ഇട്ട് പൊട്ടണായിട്ട് അങ്ങനെ മാറി നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ഈ കടു പൊട്ടിത്തെറിക്കുമല്ലേ. അപ്പോൾ
അതിനെ മാറ്റി ഇതിലേക്ക് ഒഴിക്കുക, വറവിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ മുതിര ആക്കേണ്ട പാത്രമാണ് കേട്ടോ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇതാണ് സംഭവം, നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മളെ മുതിര രസം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിന് ബാക്കി മുതിരയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് വറുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാലും മതി. ഞാനിങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിന്, അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായി മുറിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതെല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. എൻ്റെ അമ്മ പണ്ട് സ്കൂളിൽ വരുന്നില്ലേ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന കറികളാണ് കേട്ടത്. നല്ല രുചിയോടുകൂടി പണ്ട് തിന്നും കേട്ടോ. ഇതിൽ നല്ല ഇന്നലെ കുട്ടിയൊക്കെ ഇത് ഇങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആവില്ല. ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തത് ഞാൻ ഇതായിപ്പോയി കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും ഒന്നും മിസ്സായി പോകും. ഇന്നലെ മീൻകറി വെച്ചപ്പോൾ ഒരു കമൻറ്റിൽ ചോദിച്ചു എന്നോട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തില്ലേ. അപ്പം മീൻകറി ഞാൻ ചേർക്കലുണ്ട്, അത് ചേർത്തത് വീഡിയോ എടുത്തത് ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒന്ന് മിസ്സാവും. ഇപ്പോൾ മുളക് പൊടി ഇടുന്നതിൽ കാണുന്നില്ല, മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഈ മുതിര വെന്ത മുതിരേനെ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് ഉപ്പെല്ലാം നോക്കി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ആക്കിയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം കിട്ടി. അതൊരു നല്ലൊരു കറിയുമായി, ഒരു വറവല്ല ഉപ്പേരി പോലെ തന്നെയായി. അപ്പോൾ അടുത്തത് മീൻ പൊരിക്കാൻ വെക്കലാണ്. അപ്പോൾ നമ്മുടെ മീനെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കലാണ്. ചെറിയ മത്തിയില്ലേ, അത് അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛൻ അതിൻ്റെ കറി കൂട്ടൂല, മുളകൊന്നും ഇട്ടാൽ അച്ഛന് വയറിന് പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുമത്തി പൊരിച്ചിട്ട് കൊടുത്താലില്ലേ ആ മുതിരയുടെ വെള്ളം രസമില്ല, അതെല്ലാം കൂട്ടി കഴിച്ചോളും കേട്ടോ. അപ്പോൾ അതെല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കലാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ അരിയും വറുത്ത് കേട്ടോ, കിഴക്കോട്ട് വറുത്ത് വെക്കണം ഇപ്പോൾ അമ്മ പറയലുണ്ട്, അതുകൊണ്ടാണ് കിഴക്കോട്ട് തന്നെ വറുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മീൻ പൊരിച്ചത് റെഡിയായി. മുതിര ഇന്നത്തെ കറികൾ ഇതെല്ലാം നല്ല മുളകും പുളിയെല്ലാം ഇട്ട് ഇതാ അയിലക്കറിയും റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം.